ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു പപ്പടത്തീയിൽ വെച്ചെന്നാലോ? ആരെങ്കിലും പപ്പടത്തീയിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ആദ്യമേ പപ്പടം ഒരു കുറച്ച് നീളത്തിലായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ. വെളിച്ചെണ്ണയിൽ വെച്ച് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അതിനാവശ്യമായ തേങ്ങ ആ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അത് നല്ലവണ്ണം വറുത്ത് നല്ലവണ്ണം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. കാശ്മീരി മുളകാട്ടോ ചേർത്തിരിക്കുന്നത്. ഈ ഇതും കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നല്ലവണ്ണം പൊടികളൂടെ നല്ലവണ്ണം പച്ചമണം എല്ലാം മാറി നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് കോരി മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉപ്പ് നീരാട്ടോ ഒഴിച്ചേക്കുന്നത്. ഉപ്പൂടെ ചേർത്ത് ശരിക്കിന് വഴറ്റിയെടുക്കുക. ഇത് നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ നല്ലവണ്ണം തീ കുറച്ച് വെച്ച് നല്ലവണ്ണം വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലവണ്ണം മറ്റേ സവോളയും തക്കാളിയും വഴന്ന് വന്ന ശേഷം നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം ഇതിലിട്ടിട്ട് അതുകൂടി എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക. ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. ചെറുതായിട്ട് പയ്യെ വേണം ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പപ്പടം എല്ലാം പൊടിഞ്ഞു പോകുവരെ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വഴറ്റിയെടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ അതെല്ലാം കൂടെ യോജിച്ച് വന്നോളും. അങ്ങനെ നല്ലവണ്ണം വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വറുത്ത് വെച്ചിരുന്ന അരച്ചത് നമ്മൾ ഈ പപ്പടക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം, നമുക്ക് ആവശ്യത്തിനായ വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് നല്ലവണ്ണം പപ്പടത്തിലും നമ്മുടെ സവോളയിലും എല്ലാം ചേർത്തക്ക രീതിയിൽ നല്ലവണ്ണം വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ആദ്യമേ ഇച്ചിരി കുറുകിയിരുന്നാലും പിന്നീട് ലൂസാകുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് നല്ല വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇച്ചിരി ഏറെ വെള്ളം ചേർത്തേക്കണം. എന്ന് വെച്ചാൽ കന്നുമാനം വെള്ളം ഒഴിക്കില്ല. എന്നുവെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കുറുകുമല്ലോ. തണുത്ത് കഴിയുമ്പോൾ ഇത് രാവിലെ എടുക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പപ്പടത്തീയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റായിട്ട് ഇത് കൂട്ടി ചോറുണ്ണാനായിട്ട്. ഓക്കേ.